ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ട്രംപ് ഇനി മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വർദ്ധിപ്പിച്ചാൽ യൂറോപ്പിലെ അമേരിക്കൻ ബേസുകളെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതോടൊപ്പം തന്നെ ഹോർമൂസിൽ ഇറാന്റെ പിടി അതിനെ നിയന്ത്രിക്കാനായി ഇപ്പോൾ ഹോർമൂസിലൂടെ കപ്പലുകളൊന്നും കടന്നു പോകുന്നില്ല നിലവിൽ. അതെല്ലാം ഒമാൻ വഴി പോവുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യ ഇപ്പോൾ വ്യാപാരത്തിനായി ഇന്ത്യയും റഷ്യയും ചൈനയും സംയുക്തമായി പുതിയൊരു പാത തുറന്ന് അതിനകത്ത് കപ്പൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ ഹോർമൂസ് അപ്രസക്തമാവുകയാണോ, യൂറോപ്പിനെ ഇറാൻ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്ത എത്രത്തോളം ലോകത്തിന് ഒരു അസ്വസ്ഥതയാണ് സൃഷ്ടിക്കുന്നത്? നിലവിൽ റഷ്യ യൂറോപ്പിനെ ആക്രമിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇറാന്റെ IRGC തലവൻ പറഞ്ഞത്, വാഹിദി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ താഴെ നിന്ന് ആക്രമിച്ചാൽ റഷ്യ മുകളിൽ നിന്ന് ആക്രമിക്കുമെന്ന്. ട്രംപിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും? അല്ല, ഇവിടെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട തലക്കെട്ട് ഇന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ ആക്സിയോസ് ആണത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആക്സിയോസിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ ഹോർമുസിന്റെ പിടി ഇറാൻ അയയുന്നു എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. അതായത് ഹോർമുസിൽ ഇറാൻ വലിയ ഇപ്പൊ പവർ ഇല്ല, അവരുടെ കൺട്രോളിലല്ല സാധനങ്ങൾ. കാരണം ഈ ഒമാന്റെയും ഇറാന്റെയും കൂടെ ഒരു കടലെടുക്കാണല്ലോ ഹോർമുസ് കടലെടുക്കുക. അതിൽ ഒമാന്റെ തീരം, അതായത് തെക്കൻ ചാനൽ വഴി ഇപ്പോൾ ഷിപ്പുകൾ കടന്നു പോകുന്നുണ്ട്. പെർ ഡേ 15 മുതൽ 20 വരെ എണ്ണ ടാങ്കറുകൾ, അതായത് കാലിയായവേ ഉണ്ട്, അത് കാലിയായിട്ട് ഫുള്ള് ഫില്ല് ചെയ്യാനുള്ളത് ഉണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതുമുണ്ട്. അങ്ങനെ 10 ദശലക്ഷം ബാരൽ എണ്ണ പെർ ഡേ ഇപ്പോൾ അവിടെ വഴി പോകുന്നുണ്ട്. അതിനിപ്പോൾ ആളുകൾ വിദഗ്ധർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇറാന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് ഇത് ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയും, ഇടയ്ക്കിടയ്ക്ക് ഒരു വെടിവെപ്പോ മിസൈലോ ഒക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുമുണ്ട്. അപ്പൊ പിന്നെ അവിടെ ഈ ഹൂത്തികളൊക്കെ ചെയ്യുന്ന പോലത്തെ ചെറിയ പരിപാടികൾ മാത്രമേ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് ട്രംപ് ഇടയ്ക്ക് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു 3-4 ദിവസം മുമ്പ്, ഒമാനെ ഞങ്ങൾ തകർത്ത് കളയുമെന്ന്. കാരണം ഒമാനും ഇറാനും തമ്മിലൊരു കരാറ്, കാരണം ഒമാനെ സംബന്ധിച്ച് ഇറാൻ അവരുടെ അയൽപക്കമാണ്. അപ്പൊ അവർ തമ്മിലൊരു കരാർ വെച്ചിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടു കൂട്ടരും കൂടെ പങ്കിട്ടെടുക്കാൻ, ഈ കിട്ടുന്ന ടോള് പങ്കിട്ടെടുക്കാനൊക്കെ ഒരു നീക്കം നടത്തിയപ്പോഴാണ് ട്രംപ് പറഞ്ഞത് അതിനകത്തെങ്ങാനും കൈവച്ച ഒമാന്റെ പണി ഞങ്ങൾ തീർത്ത് കളയുമെന്ന് പറയുന്നതിന് കാരണം ഇതാണ്. 2 മാസം മുമ്പ് ഈ തെക്കൻ ഈ ഒമാന്റെ തീരപ്രദേശവും അതുപോലെ തന്നെ ഈ തെക്കൻ ചാലും US മിലിറ്ററിയുടെ കീഴിലാണ് എന്നൊരു വാർത്ത വന്നിരുന്നു. പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല. ഇപ്പൊ അത് കറക്റ്റ് ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പൊ ഇവിടെ തെക്ക് മാത്രം അമേരിക്ക ഒരു ഫോഴ്സിനെ വെച്ചിട്ടുണ്ട്, ഒരു ടാസ്ക് ഫോഴ്സിനെ വെച്ചിട്ടുണ്ട്. നോർത്ത് കരോലിന ഫോർട്ട് ബ്രാഗിലുള്ള ആർമി ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ടാസ്ക് ഫോഴ്സ് ഇതിനു വേണ്ടി മാത്രമാണ്. അതായത് ഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിയായ ഷിപ്പിന് പോയി ഫില്ല് ചെയ്യാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്. അതുപോലെ തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഷിപ്പുകൾ, അതായത് പെർ ഡേ തന്നെ ഇത്രയും ടാങ്കറുകൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20 ഷിപ്പുകൾ അതുവഴി യാത്ര ചെയ്യുന്നു. ഇത് ഇറാനെ ചെറുതൊന്നുമല്ല, വലിയ രീതിയിൽ തന്നെയാണ് ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു തിരിച്ചടി ഇറാൻ നൽകാതിരിക്കില്ല. കാരണം അവരുടെ കയ്യിലുള്ള ആകെ ഒരു പിടിവള്ളി ഈ ഹോർമൂസ് ആണ്. ആ ഹോർമൂസിൽ ഇത്തരത്തിലേക്ക് നീങ്ങും. കാരണം ഇപ്പോൾ അവിടത്തേക്ക് ഈ ഷിപ്പുകൾ പോവുകയും വരികയും ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. കൂടുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ആണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു എണ്ണഖനിയ ഈ മിഡിൽ ഈസ്റ്റ് ആണ്. നമ്മളൊക്കെ ഇപ്പൊ അവിടുന്ന് കുറച്ചുകൂടെ അകന്നു തുടങ്ങിയത്, കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. അപ്പൊ അവർക്കതാണ്. അപ്പൊ ആ ഷിപ്പുകൾ അങ്ങനെ കടന്നു പോകും. അവിടെയാണ് ഇറാൻ പറയുന്നത് അമേരിക്കയുടെ യൂറോപ്പിലുള്ള, അതായത് കിഴക്കൻ യൂറോപ്പിലുള്ള പ്രധാനപ്പെട്ട സെന്ററുകൾ, അതായത് വ്യോമത്താവളങ്ങളെല്ലാം ഞങ്ങൾ അടിക്കും എന്നവർ പറഞ്ഞിരിക്കുന്നത്. റഷ്യയും അവരുടെ അടി കടിപ്പിച്ചിട്ടുണ്ട്. ഉക്രൈന്റെയും വലിയ ആക്രമണമാണ് റഷ്യ നേരിടുന്നത്. ഇന്നലെ കീവിന് നേർക്ക് വലിയ ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ജനവാസ കേന്ദ്രത്തിൽ റഷ്യ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ ഒരു വലിയ പൊളിറ്റിക്സ് എന്താന്ന് വെച്ചാൽ ഈ ഹോർമുസിൽ ഇനി എന്താന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ധനുഷ് ആദ്യം പറഞ്ഞത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ച് ഹോർമുസ് ഇപ്പോൾ ഒരു അടഞ്ഞ അധ്യായം പോലെയാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഷിപ്പ് വിടുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ ഷിപ്പ് വരുന്നതോ ആയ വാർത്തകൾ നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ പോകുന്ന രാത്രിയിലാണ് ഷിപ്പുകൾ പോകുന്നത്. രാത്രിയിൽ ആകുമ്പോഴേക്കും ഈ ഷിപ്പുകൾ പോകുന്നു, രാത്രി തന്നെ ചില ഷിപ്പുകൾ തിരിച്ചും വരുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസുകൾ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഇറാനെ സംബന്ധിച്ച് അവർക്ക് ആത്യന്തികമായ ഒരു അവസാന യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടതായിട്ടൊരു സാഹചര്യം വരും. കാരണം ഇതൊരു ട്രംപിന്റെ വിജയമാണെന്ന് വേണമെങ്കിൽ പരോക്ഷമായി പറയാൻ കഴിയും. ഇനി എന്തെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഇനി ഇറാൻ ആക്രമണം കടുപ്പിക്കുമോ? ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഇവിടുന്ന് വരുന്ന ഷിപ്പുകളാണെങ്കിലും അവിടെ അവർ അതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള നയമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യതയാണ്. ഒരു ഇതിന്റെ കലിപ്പിൽ ഇന്നലെ തന്നെ ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയെ സഹായിച്ചാൽ അതിന്റെ തിക്തഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നു. ഇപ്പൊ ഹോർമസിന്റെ ഒരു തീരം അമേരിക്ക പിടിച്ചു, അതുവഴി എണ്ണ ടാങ്കർ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം പൂർണ്ണമാകുന്നില്ല. കാരണം ഇതിന്റെ ഒരു തിക്തഫലം അനുഭവിക്കുന്ന GCC രാജ്യങ്ങളായിരിക്കും.
അതും കൂടി ഇതിനകത്ത് നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ഇത് ചില രാജ്യങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും, അവർക്ക് എണ്ണയും ഗ്യാസും ഒക്കെ കിട്ടുമല്ലോ എന്നൊരു സന്തോഷം കാണും. ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ കച്ചവടം വീണ്ടും പുനരാരംഭിക്കുന്നതിന്റെ ഒരു സന്തോഷം കാണും. പക്ഷെ ലോകത്തിനെ സംബന്ധിച്ച് വലിയ സന്തോഷിക്കാൻ വകയില്ല. കാരണം ഇറാൻ ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? കാരണം അവരൊരു കീഴടങ്ങളിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിരന്തരം ഇവരെ ഇങ്ങനെ ഈ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാനും ഇറാൻ തയ്യാറാകില്ല. കാരണം അത് അവരെ സംബന്ധിച്ച് ഒരു ഒളിപ്പോര് നടത്തുന്നതിന് തുല്യമായിരിക്കും. ഈ ഹൂത്തികളൊക്കെ ചെയ്യുന്നില്ല, മിലീഷ്യസുകൾ ചെയ്യുന്നതൊക്കെ ഒരു പരിപാടിയായിരിക്കും. അതിനകത്ത് എന്തായാലും ഇറാൻ പോകാൻ സാധ്യതയില്ല. അവരിതിനെതിരെ ഒരു കനത്ത ആക്രമണമായിരിക്കും. ഒരുപക്ഷെ ഇറാൻ കരുതുന്നത്, അവർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് അവർ അതിന്റെ ഒരു കാര്യം വ്യക്തമാക്കുന്നു. 60 ദിവസം നീണ്ടുന്ന വെടിനിർത്തൽ ഞങ്ങൾക്ക് ഒരുപാട് ഗുണകരമായി, ഞങ്ങളുടെ തകർന്ന ലോഞ്ചിങ് പാഡുകളും ഒപ്പം തന്നെ മിസൈലുകൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്ന് അവർ തന്നെ ഇപ്പൊ പറയുന്നു. മുമ്പ് അവരല്ല പറഞ്ഞിരുന്നത്, അമേരിക്കയുടെ ചില റിപ്പോർട്ടാണ് അങ്ങനെ വന്നിരുന്നത്. ഷിപ്പ് ഇത് ഇവര് തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്തെന്നുള്ളത്, അത് മാത്രമല്ല ഒന്ന് അവിടെ സംഘർഷത്തിന് സാധ്യത ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ ഇസ്രായേൽ വീണ്ടും ലെബനനിൽ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. അവരിടയ്ക്കൊന്ന് ഒതുങ്ങി നിന്നതാണ്. ട്രംപ് പറയുകയും ചെയ്തു, ഇത് വെടിനിർത്തൽ നീട്ടുന്ന പ്രശ്നമില്ല, വെടിനിർത്തൽ ടൈമെല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്തും എങ്ങനെയാകാം. അതായത് ഇപ്പോഴും ഒരു പുകയുന്ന അഗ്നിപർവ്വതമായി തന്നെയാണ് ഹോർമുസും ഈ പശ്ചിമേഷ്യ നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഈ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഒരു ഡാമേജ് പറ്റി, ഇല്ലെങ്കിൽ അവർക്കൊരു ദോഷം പറ്റിയിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചാണ്. ചൈന അവരിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുന്നത് നയതന്ത്രപരമായി അകന്നു തുടങ്ങിയിരിക്കുന്നില്ല. അവിടുന്ന് എണ്ണ എടുക്കൽ ഇപ്പോൾ അവർ കുറഞ്ഞിരിക്കുന്നു. വലിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലേക്ക് ട്രംപ് വീണ്ടും നീങ്ങുകയാണ്. മറ്റത് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ സൗദി ആയാലും ഖത്തർ ആയാലും ഒമാൻ ആയാലും അവിടെ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന എണ്ണയുടെ അളവ് ഇപ്പോൾ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. ഇതിനിടയിലാണ് നമ്മൾ ഈ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ചേർന്നുകൊണ്ട് പുതിയൊരു റൂട്ട്, ആ റൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ സമയവും ആ റൂട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നൊരു വലിയ ബുദ്ധിമുട്ടാണ് അതിനുള്ളത്. കാരണം അതിൽ ഏതാണ്ട് 3-4 മാസത്തോളം കടുത്ത മഞ്ഞായിരിക്കും. അതുവഴി യാത്ര ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, ഈ മഞ്ഞ് ഈ ഇതിലേക്ക് പോകുമ്പോൾ റഷ്യയാണ് ഐസ് ബ്രേക്കർ കൊണ്ടുവന്നിട്ട് ഈ വഴി തെളിച്ചു കൊടുക്കുന്നത്. ആ റഷ്യയുടെ ഐസ് ബ്രേക്കറിനുള്ള ചെലവ് നമ്മൾ അതിൽ കൂടെ കടന്നു പോകുന്ന രാജ്യം വഹിക്കണം. രണ്ടാമത്തെ, ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. നമ്മൾ എപ്പോഴും പറയും, ഒരു ഷിപ്പ് എണ്ണ അടിക്കാൻ പോകുമ്പോൾ ആ ഒരു ഷിപ്പിന് ആ എണ്ണ അടിച്ച് തിരിച്ചു വരുന്നവരെയുള്ള ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് തുക 40% വർദ്ധിച്ചിട്ടുമുണ്ട്. കാരണം അപകടം നിറഞ്ഞ ഒരു കപ്പൽപാതയാണത്. പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ദിവസം കൊണ്ട് നമുക്കിവിടെ എണ്ണ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗുണകരമായ ഒരു അവസ്ഥ. അതുപോലെ യൂറോപ്പിലേക്ക് നമുക്ക് യാത്ര നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 20 ദിവസത്തോളം കുറവുണ്ട്. ഇപ്പം നിലവിലുള്ള യാത്രയേക്കാളും 20% യാത്ര ചെലവായാലും സമയമായാലും കുറവുണ്ട്. അതൊക്കെയാണ് ബെനിഫിറ്റ്. പക്ഷെ വർഷത്തിൽ എല്ലാ ദിവസവും ഇതിൽ കൂടെ അനുസൃതം യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം അത് പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു ഐസാണ്. അത് അതിൽ കൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ പോകുന്നത് ഇതാണ്. ഇങ്ങനെ ഉള്ള ചെലവുകളുമുണ്ട്. പക്ഷെ ചെലവുണ്ടെങ്കിലും പെട്ടെന്ന് എണ്ണ എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോ ഭാവിയിൽ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി ഭാവിയിൽ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ വഴി നോക്കുന്നുണ്ട്, ചൈനയുടെ വഴി നോക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. അവർ തന്നെ വഴി മാറി സഞ്ചരിച്ചു തുടങ്ങുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു ചോദ്യം.